പുതിയ തലമുറയ്ക്ക് എങ്ങനെ നമ്മുടെ ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്നും മാറി ചിന്തിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ആശയത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു കൃഷി ജോലിക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തത്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഞാൻ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഞാനൊരു കൂടുതൽ കുട്ടികളെ ഫോക്കസ് ചെയ്താണ് ഞാനിത് ചെയ്യുന്നത്. എങ്ങനെ കൃഷിയിലെ ഇന്നോവേറ്റീവ് ആക്കാൻ പറ്റും എന്നുള്ളത് കൂടുതൽ തിങ്ക് ചെയ്യേണ്ടതും അവർ തന്നെയാണ്. അപ്പോൾ ഈ കൃഷി രീതിക്കകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് സ്ഥലത്ത് കൂടുതൽ കൃഷി. ഈ പുറകെ കാണുന്ന ഈ ഒരു ഇത് തന്നെ ഇത്രയും ആപ്പടെ 15 ടവേഴ്സ് ഇതിൻ്റെ അകത്ത് പോകും. ഈ 15 ടവേഴ്സ് കൊണ്ട് നമ്മൾ ഒരു ടവറിൽ 7 ചെടികൾ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ 7 ചെടി ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 7 × 15 എന്ന് പറയുമ്പോൾ ഏകദേശം 105 ചെടി നമുക്ക് ഈ ഒരു പ്ലേസിൽ വരും. അതിൻ്റെ അകത്ത് ഒരു 20% ലോസ് വന്നോട്ടെ. പക്ഷേ എങ്കിലും നമ്മൾ ഒരു ചെടി വെക്കേണ്ട പ്ലേസിൽ നമ്മൾ 7 ചെടി വയ്ക്കുമ്പം നമുക്ക് ഒരു 5 ചെടി അല്ലെങ്കിൽ 4 ചെടി വരെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കിട്ടും. ഇതിപ്പം ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്കൂളിൽ ഞാൻ വന്ന പ്രിൻസിപ്പൾ എൻ്റെ പിള്ളേരിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഞാനിത് പ്രസൻറ്റ് ചെയ്തപ്പോൾ പ്രിൻസിപ്പൾ വളരെ സന്തോഷത്തോടെ അത് ടേക്കപ്പ് ചെയ്യുകയും ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയുള്ള ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നു. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മണ്ണ്, ഈ മണ്ണെന്ന് പറയുന്നത് നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുന്ന മണ്ണാണ്. നമ്മളെ നാട്ടിലും നമുക്ക് ഏറ്റവും വലിയ ചലഞ്ചാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. നമുക്കൊരു സിസ്റ്റമാറ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല നമുക്ക്. അപ്പോൾ അതിനെ കൂടി ഇംപ്രവൈസ് ചെയ്യാവുന്ന രീതിയിൽ ഞങ്ങളിപ്പോൾ ചെയ്യുക, നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഏത് ടൈപ്പ് ഡീകമ്പോസിബിൾ വേസ്റ്റുകൾ അത് നമുക്ക് റീസൈക്കിൾ ചെയ്ത് വാല്യൂ അഡീഷൻ ചെയ്ത് അതിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഇന്നോവേറ്റീവ് മോഡലിംഗ് ആണ്.